കൃഷ്ണാഘാട്ടത്തിലേക്ക് നീളുന്ന കൃഷ്ണാഘാട്ടം കാലത്തുള്ള ആ ബോർഡ് തന്നെ ഇപ്പോഴും കുറച്ചൊക്കെ ഇളകിയിട്ടുണ്ടെങ്കിലും അതിപ്പോഴും കൃഷ്ണാഘാട്ടത്തിലുള്ള ചിരപുരാതനമായ ബോർഡ് എന്ന് വെച്ചാൽ ടി.കെ. കൃഷ്ണനായരുടെ വകയായിരുന്നു. ടി. ശങ്കരനായർ അദ്ദേഹത്തിൻ്റെ കസിനായ ടി. ശങ്കരനായരുടെയും അഡ്വക്കേറ്റ് കൃഷ്ണനായരുടെയും വകയായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. വലിയ ഭൂവുടമകളും വളരെ പ്രമുഖരായിട്ടുള്ള നല്ല ഒരുപാട് മക്കളും ഒക്കെയുള്ള അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് വേണു. ഇന്ന് ഈ പനിനീർ പുഷ്പം വിടർന്നു നിൽക്കുന്ന ഈ കോമ്പൗണ്ട് പണ്ടൊരിക്കൽ ഞങ്ങളുടെയൊക്കെ മുതിർന്ന ഒരു സുഹൃത്തായിരുന്ന BSS എഞ്ചിനീയറായിരുന്ന പ്രസാദദാസിൻ്റെ വീടായിരുന്നു. ഇത് റിട്രീറ്റ് എന്ന പേരിൽ ശങ്കരൻ നായരുടെ വകയായിട്ടുള്ള ഓണർഷിപ്പിലുള്ള ഒരു കെട്ടിടമായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ഇത് ഈ കെട്ടിടം സുരേന്ദ്രപിള്ള സാറ് എന്ന് വെച്ചാൽ മുൻ മന്ത്രി വി. സുരേന്ദ്രപിള്ള ഈ കെട്ടിടം വാങ്ങുകയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങുകയും ഈ കെട്ടിടം ഇപ്പോൾ ജാവേദ് ആൻഡ് റിസ്വാൻ എന്ന ഒരു ബ്യൂട്ടി സലൂണായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിലുണ്ട ഒരു നീണ്ട ഓടിട്ട കെട്ടിടമായിരുന്നു ഇവിടെ എൻ്റെ കൗമാരകാലത്തും അതുപോലെ തന്നെ കൗമാരകാലത്ത് ബാല്യമല്ല കൗമാരകാലത്ത് ഉണ്ടായിരുന്നത്. ആ കെട്ടിടത്തിൽ നിന്ന് സ്ഥലം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ്. ഇതിൽ സുരേന്ദ്രപിള്ള സാറ് ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് കെട്ടിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ താഴത്തെ പോർഷൻ ജാവേദ് ആൻഡ് റിസ്വാൻ എന്ന ഹെയർ ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ ആയി മാറിയിട്ടുണ്ട്. ഇതെല്ലാം സ്ഥിതി ചെയ്ത് കൃഷ്ണ ഗാർഡൻസ് എന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ ഹൗസിംഗ് കോളനി തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പാർപ്പിട സമുച്ചയമായ കൃഷ്ണ ഗാർഡൻസ്. ആ കൃഷ്ണ ഗാർഡൻസിലുള്ള പേര് വരാൻ കാരണമെന്നാൽ അഡ്വക്കേറ്റ് കൃഷ്ണനായർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭരായിട്ടുള്ള ഇക്കാലത്ത് പോലും പ്രമുഖരായിട്ടുള്ള ഒരു അഭിഭാഷകൻ ഈ നേരെ കാണുന്ന വീട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഞാനൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കാലയവനിക്കുള്ളിൽ മറന്നെങ്കിലും ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മരിച്ചുപോയി. വേണു എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. അങ്ങനെ നിരവധി ഓർമ്മകൾ തിങ്ങുന്നതാണ് കൃഷ്ണ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശം. ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലമായ ഗോൾഫ് റോഡിലെ ഈ ലഘുവായ ചെറിയ ഒരു പാർപ്പിട സമുച്ചയം, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് കോളനി എന്ന് പറയാൻ വിശ്വസിക്കാൻ പാടില്ല. ഒരു ഭാഗത്ത് ഗോൾഫ് ലിങ്സിൻ്റെ മതിലും മറുഭാഗത്ത് കെട്ടിട സമുച്ചയവും. ഇതിൻ്റെ ഞാൻ പറയുന്നത് സുരേന്ദ്രപിള്ള സാറിൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീട്ടിലാണ് ഞാൻ എൻ്റെ വീട്. അതിപ്പോൾ നിത്യദേവിൻ്റെ ഗുരുകുലമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വീട് ഗുരുകുലമാക്കിയ ഒരു പ്രഹേളിക എന്ന് പറയാം. ഇതൊക്കെ ഫിനോമിനയാണല്ലോ, പ്രതിഭാസങ്ങളാണ്. വീട് ഗുരുകുലമാക്കുക, ഗുരുകുലം വീടാക്കുക, തിരിച്ചും മറിച്ചുമുള്ള ഭ്രാന്തുകൾ, സ്വാഭാവികവും നിരുപാധികമായിട്ടുള്ള കാലത്തിൻ്റെ ഓരോരോ മാന്ത്രിക ഭിത്തികൾ. നിത്യതിൻ്റെ ഗുരുകുലമെന്ന ഈ എൻ്റെ സ്വപ്ന സാമ്രാജ്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പൂജ്യ ഗുരുദേവിൻ്റെ ഒരു ബോർഡ് കാണാം. അവിടെ പേഴ്സണൽ കെയർ എന്ന് പറയുന്ന ഒരു ഒറ്റ കുഞ്ഞ് പോലും ഇവിടെ ഒരു പേഴ്സണൽ കെയർ വന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശകൾ. ഗോഡ് ലവ്സ് ഫണ്ട് എന്നാണല്ലോ. ദൈവം നർമ്മ പ്രിയനാകുന്നു. ഗോഡ് ലവ്സ് ഫണ്ട്, ദൈവം നർമ്മപ്രിയനാകുന്നു. അങ്ങനെയുള്ളപ്പോൾ തുളസിത്തറയും ഇതുമെല്ലാമായിട്ട് വീട് ഒരു റോക്ക് ഗാർഡനാണ് ബാംഗ്ലൂരിലെപ്പോൾ ഞാൻ ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ
ദി ആർട്ട് ഓഫ് ലൈഫിലാണ്, വ്യക്തി വികാസത്തിലാണ് ഇഷ്ടംപോലെ കാശുണ്ട്. നമുക്ക് കാശില്ലാത്തതിനാലും ഫണ്ട് പിരിക്കാനായിട്ട് താല്പര്യമില്ലാത്തതിനാലും ഇത് ഇങ്ങനെയെല്ലാം വേണം, ഇങ്ങനെയെല്ലാം അവശേഷിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ചെറിയ തോതിലുള്ള ഫലമൂലാദികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കസ്റ്റർഡ് ആപ്പിൾ, മുള്ളാത്ത, അതാണ് തെങ്ങ്, കോക്കനറ്റ്, പിന്നെ ചെറിയ ഒരു ഹെർബൽ, ഒരു ചെമ്പരത്തി, അരളി, ചെമ്പരത്തി മുതലായിട്ടുള്ള ഇതാണ് സാക്ഷാൽ ഇരിക്കുന്നത് ഭയങ്കര സിദ്ധൌഷധമാണ്. ജനങ്ങളിനകത്ത് പോയിട്ട് കൈതാമ ചെറിയൊരു പുകയിലും എല്ലാം ചെറിയ ഔഷധത്തോട്ടമാണ്. ഇതെല്ലാവരും നിങ്ങൾ അങ്ങോട്ട് ചവണ്ടി ശേഖരിക്കരുത്. എൻ്റെ തലേ തന്നെ ഇരിക്കണം. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, നിരീക്ഷപ്പെടുന്ന പരിപാടിയാണ്. ഇവിടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, ഇവിടെ കോപ്പമാണ്. പിന്നെ ക്യാമറയുടെ നിരീക്ഷണമാണ് ആരും ഭയങ്കര ക്യാമറ ഇതിനകത്തുണ്ട്. ആ ക്യാമറയുടെ നിരീക്ഷണത്തിലായിട്ട് നിങ്ങളെല്ലാവരും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഇന്ന് ക്യാമറയുടെ CCTVയുടെ നിരീക്ഷണത്തിലാണ്. മറ്റ് സ്വതന്ത്രമായി സഞ്ചരിക്കാമായിരുന്നു, എവിടെയും സഞ്ചരിക്കാമായിരുന്നു. ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് തിരുനെൽവേലിയിലെ ഒരു വായുനോക്കിയായിട്ടുള്ള, അല്ലെങ്കിൽ വായുനോക്കി എല്ലാം വരുന്നതാണ്, മൗത്ത് ലുക്കറായിട്ടുള്ള മുതലാളി കാണുകയാണ്. ഞാനും ഭാര്യയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതും മറ്റുമൊക്കെ. ഏതായാലും നല്ലൊരു മധ്യാഹ്നം. നന്നായിട്ട് തന്നെ എൻ്റെ തലമുടിയൊക്കെ വെട്ടി ഒരു കുട്ടപ്പനാക്കി എന്ന് പറയാം. തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബുദ്ധിക്ക് വരികയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് കൊള്ളാം, എല്ലാം ബിസിനസ് ഏരിയയായിട്ട് മാറുകയാണ്. അതിന് നടുക്ക് നമ്മുടെ വീട്, അങ്ങനെ വീടല്ല ഗുരുകുലം സ്ഥിതി ചെയ്യുകയാണ്. ഇതിലിപ്പോൾ ഇപ്പുറത്തെ ഒരു താക്കോലും പൂട്ടിപ്പോയിട്ട് ഞാൻ മിക്കവാറും പുറത്താകുന്ന രസമെല്ലാം കാണുന്നുണ്ട്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മധ്യാഹ്നം, മധ്യാഹ്നം. ഇനിയിപ്പോൾ പോയിട്ട് ഉച്ചക്കര ഷാപ്പിൽ പോകണോ, എവിടെ പോകണമെന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പം ഷാപ്പിൽ പോകുന്നതെങ്കിലും പേടിക്കണ്ടാകരുത്. അല്ല, പേടിക്കാൻ വെച്ചാൽ ഞാൻ കള്ളുടിക്കുന്നത് എൻ്റെ കാര്യമല്ലേ. ചിലപ്പോൾ കുടിക്കുന്നിരിക്കും, കുടിക്കുക, ഇതൊക്കെ എൻ്റെ വ്യക്തിയുടെ കാര്യമാണ്. അല്ലാതെ ഞാൻ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ പോയി അഭിവാദ്യം അർപ്പിക്കാനൊന്നും പോകുന്നില്ല. അത് കുറച്ച് ആത്മാർത്ഥമുള്ളതുകൊണ്ട് ഇപ്പം എന്നിട്ട് പോയി കള്ളു കുടിച്ച് മസ്കറ്റിൽ പോയി കള്ളു കുടിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരില്ലെന്നല്ലേ. അല്ലാതെ ഓരോരുത്തരുടെ വ്യക്തിയുടെ ഓരോരുത്തർ തത്വാനുഷ്ഠാനം എന്ന് പറയുന്ന സാധനം ചെയ്യണമെങ്കിൽ, തത്വങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അവരവരുടെ വ്യക്തിഗതമായ കാര്യമാണ്. അതിൽ നമുക്ക് യാതൊരു പരാതിയുമില്ല. ഏതായാലും നിത്യദിന ഗുരുകുലത്തിലേക്ക് സൂമിൻ ചെയ്ത് ഇന്നത്തെ ഈ ടെലികാസ്റ്റ് അവസാനിപ്പിക്കാതെ വരുന്നു. അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം. അൽഹംദുലില്ലാഹി റഹ്മാനി റഹീം. ആമീൻ. ഓം നമഃ ശിവായ. ലാൽസലാം. വിപ്ലവം വിജയിക്കട്ടെ. ഇന്ന് ഈ പനിനീർ പുഷ്പം വിടർന്നു നിൽക്കുന്ന ഈ കോമ്പൗണ്ട് പണ്ടൊരിക്കൽ ഞങ്ങളുടെയൊക്കെ മുതിർന്ന ഒരു സുഹൃത്തായിരുന്ന BSS എഞ്ചിനീയറായിരുന്ന പ്രസാദാസിൻ്റെ വീടായിരുന്നു. ഇത് റിട്രീറ്റ് എന്ന പേരിൽ, റിട്രീറ്റ് ശങ്കരൻ നായരുടെ വകയായിട്ടുള്ള ഓണർഷിപ്പിലുള്ള ഒരു കെട്ടിടമായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ഇത് ഈ കെട്ടിടം സുരേന്ദ്രപിള്ള സാറ് എന്ന് വെച്ചാൽ മുൻ മന്ത്രി V. സുരേന്ദ്രപിള്ള ഈ കെട്ടിടം വാങ്ങുകയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങുകയും ഈ കെട്ടിടം ഇപ്പോൾ ജാവേദ് ആൻഡ് റിസ്വാൻ എന്ന ഒരു ബ്യൂട്ടി സലൂണായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിലുണ്ട ഒരു നീണ്ട ഓടിട്ട കെട്ടിടമായിരുന്നു ഇവിടെ എൻ്റെ കൗമാരകാലത്തും അതുപോലെ തന്നെ കൗമാരകാലത്ത് ബാല്യമല്ല കൗമാരകാലത്ത് ഉണ്ടായിരുന്നത്. ആ കെട്ടിടത്തിൽ നിന്ന് സ്ഥലം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ്. ഇതിൽ സുരേന്ദ്രപിള്ള സാറ് ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് കെട്ടിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ താഴത്തെ പോർഷൻ ജാവേദ് ആൻഡ് റിസ്വാൻ എന്ന ഹെയർ ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ ആയി മാറിയിട്ടുണ്ട്. ഇതെല്ലാം സ്ഥിതി ചെയ്ത് കൃഷ്ണ ഗാർഡൻസ് എന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ ഹൗസിംഗ് കോളനി തീർത്ത് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പാർപ്പിട സമുച്ചയമായ കൃഷ്ണ ഗാർഡൻസ്. ആ കൃഷ്ണ ഗാർഡൻസിലുള്ള പേര് വരാൻ കാരണമെന്നാൽ അഡ്വക്കേറ്റ് കൃഷ്ണ നായർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള ഇക്കാലത്ത് പോലും പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ ഈ നേരെ കാണുന്ന വീട്ടിലാണ് താമസിച്ചിരുന്നത്.
അദ്ദേഹവും ഭാര്യയും, ഞാനൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കാലയവനിക്കുള്ളിൽ മറന്നെങ്കിലും ഭാര്യയും അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മരിച്ചുപോയി. വേണു എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. അങ്ങനെ നിരവധി ഓർമ്മകൾ തിങ്ങുന്നതാണ് കൃഷ്ണ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശം. ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലമായ ഗോൾഫ് റോഡിലെ ഈ പാർപ്പിട ലഘുവായ ചെറിയ ഒരു പാർപ്പിട സമുച്ചയം, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ബോർഡിൽ നിന്ന് പറയാൻ സൃഷ്ടിക്കാൻ പാടില്ല. ഒരു ഭാഗത്ത് ഗോൾഫ് ലിങ്സിൻ്റെ മതിലും മറുഭാഗത്ത് കെട്ടിട സമുച്ചയം. ഇതിൻ്റെ ഒരു ഞാൻ പറയുന്നത് സാറിൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീട്ടിലാണ് ഞാൻ എൻ്റെ വീട്. അതിപ്പോൾ നിത്യവേദിൻ്റെ ഗുരുകുലമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വീട് ഗുരുകുലമാക്കിയ ഒരു പ്രഹേളിക എന്ന് പറയാം. ഇതൊക്കെ ഫിനോമിനയാണല്ലോ, പ്രതിഭാസങ്ങളാണ്. വീട് ഗുരുകുലമാക്കുക, ഗുരുകുലം വീടാക്കുക, തിരിച്ചും മറിച്ചുമുള്ള ഭ്രാന്തുകൾ, സ്വാഭാവികവും നിരുപാധികവുമായിട്ടുള്ള കാലത്തിൻ്റെ ഓരോരോ മാന്ത്രിക വിദ്യകൾ. നിത്യവേദിൻ്റെ ഗുരുകുലമെന്ന ഈ എൻ്റെ സ്വപ്ന സാമ്രാജ്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പൂജ്യ ഗുരുദേവിൻ്റെ ഒരു ബോർഡ് കാണാം. അവിടെ പേഴ്സണൽ കെയർ എന്ന് പറയുന്ന ഒരു ഒറ്റ കുഞ്ഞ് പോലും ഇവിടെ ഒരു പേഴ്സണൽ കെയർ വന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശകൾ. ഗോഡ് ലവ്സ് ഫണ്ട് എന്നാണല്ലോ. ദൈവം നർമ്മ പ്രിയനാകുന്നു. ഗോഡ് ലവ്സ് ഫണ്ട്, ദൈവം നർമ്മപ്രിയനാകുന്നു. അങ്ങനെയുള്ളപ്പോൾ തുളസിത്തറയും ഇതുമെല്ലാമായിട്ട് വീട് ഒരു റോക്ക് ഗാർഡനാണ്. ബാംഗ്ലൂരിലെ പോലെ ഞാൻ ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദി ആർട്ട് ഓഫ് ലിവിങ്ങിനാണ്, വ്യക്തിവികാസത്തിലാണ് ഇഷ്ടം പോലെ കാശുണ്ട്. നമുക്ക് കാശില്ലാത്തതിനാലും പണ്ട് വിരിക്കാനായിട്ട് താല്പര്യമില്ലാത്തതിനാലും ഇത് ഇങ്ങനെയെല്ലാം വേണം, ഇങ്ങനെയെല്ലാം വിശേഷിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ചെറിയ തോതിലുള്ള ഫലമൂലാദികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കസ്റ്റർഡ് ആപ്പിൾ, മുള്ളാത്ത, അതാണ് തെങ്ങ്, കോക്കനറ്റ് പിന്നെ ചെറിയ ഒരു ഹെർബൽ, ഒരു ചെമ്പരത്തി, അരളി ചെമ്പരത്തി ഇതായിട്ടുള്ള ഇതാണ് സാക്ഷാൽ ഇരിക്കുന്നത് ഭയങ്കര ചിത്തോത്സവമാണ്. കൈതാമ ചെറിയൊരു പുകാലും അല്ലെങ്കിൽ ഔഷധത്തോട്ടമാണ്. ഇതെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചവണ്ട് ക്ഷമിക്കരുത്. എൻ്റെ തലയിൽ തന്നെ വിശ്വസിക്കണം. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, നിരീക്ഷപ്പെടുന്ന പരിപാടിയാണ്. പിന്നെ ഇവിടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഇവിടെ കോപ്പമാണ്. അതായത് പിന്നെ ക്യാമറയുടെ നിരീക്ഷണമാണ്. ആരും ഇതിൽ ഭയങ്കര ക്യാമറ ഇതിനകത്തുണ്ട്. ആ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും നിങ്ങളെല്ലാവരും. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഇന്ന് ക്യാമറയുടെ CCTVയുടെ നിരീക്ഷണത്തിലാണ്. മറ്റ് സ്വതന്ത്രമായി സഞ്ചരിക്കാമായിരുന്നു, എവിടെയും സഞ്ചരിക്കാമായിരുന്നു. ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് തിരുനെൽവേലിയിലെ ഒരു വായി നോക്കിയായിട്ടുള്ള, അല്ലെങ്കിൽ വായി നോക്കിയെല്ലാം വരുന്നതാണ്. മൗത്ത് റിക്കറായിട്ടുള്ള മുതലാളി കാണുകയാണ്. ഞാനും ഭാര്യയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതും മറ്റുമൊക്കെ. ഏതായാലും നല്ലൊരു മധ്യാഹ്നം. നന്നായിട്ട് തന്നെ എൻ്റെ തലമുടിയൊക്കെ വെട്ടി ഒരു കുട്ടപ്പനാക്കി എന്ന് പറയാം. തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബുദ്ധിക്ക് വരികയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് കൊള്ളാം, എല്ലാം ബിസിനസ് ഏരിയയായിട്ട് മാറുകയാണ്. അതിൻ്റെ നടുക്ക് നമ്മുടെ വീടല്ല ഗുരുകുലം സ്ഥിതി ചെയ്യുകയാണ്. ഇതിപ്പോൾ ഇപ്പുറത്തെ ഒരു താക്കോലും പൂട്ടി പോയിട്ട് ഞാൻ മിക്കവാറും പുറത്താകുന്ന രക്ഷമെല്ലാം കാണുന്നുണ്ട്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മധ്യാഹ്നം, മധ്യാഹ്നം. ഇനിയിപ്പോൾ പോയിട്ട് ഉച്ചക്കര ഷാപ്പിൽ പോകണോ, എവിടെ പോകണമെന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പം ഷാപ്പിൽ പോകുന്നത് നിങ്ങൾ പേടിക്കണ്ടാകരുത്. പേടിക്കാൻ വെച്ചാൽ ഞാൻ കള്ളുപിടിക്കുന്നതിൻ്റെ കാര്യമല്ലേ. ചിലപ്പോൾ കുടിക്കുക, ഇതൊക്കെ എൻ്റെ വ്യക്തിയുടെ കാര്യമാണ്. അല്ലാതെ ഞാൻ ലഹരി വിരുദ്ധ ദിനത്തിൽ പോയി അഭിവാദ്യം അർപ്പിക്കാനൊന്നും പോകുന്നില്ല. അത് കുറച്ച് ആത്മാർത്ഥമുള്ളതുകൊണ്ട് ഇപ്പം എന്നിട്ട് പോയി കള്ളു കുടിച്ച് ബസ്കറ്റിൽ പോയി കള്ളു കുടിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരില്ലാതല്ലേ. അല്ലാതെ ഓരോരുത്തർ തത്വാനുഷ്ഠാനം എന്ന് പറയുന്ന സാധനം ചെയ്യണമെങ്കിൽ, തത്വങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അവരവരുടെ വ്യക്തിഗതമായ കാര്യമാണ്. അതിൽ നമുക്ക് യാതൊരു പരാതിയുമില്ല. ഏതായാലും നിത്യദിന ഗുരുകുലത്തിലേക്ക് സൂമിൻ ചെയ്ത് ഇന്നത്തെ ഈ ടെലികാസ്റ്റ് അവസാനിപ്പിക്കാതെ വരും. അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം. അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം. ആമീൻ. ഓം നമഃ ശിവായ. വിപ്ലവം വിജയിക്കട്ടെ.